അസ്സലാമലൈക്കും. എല്ലാവർക്കും റസീൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്ന് തോപ്പുംപടി കണ്ണമാലി മാനശ്ശേരി ബീച്ചിലൊന്ന് പോയി നോക്കിയാലോ? അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബാ നമുക്ക് പോയാലോ. ഇവിടെ പോയിനോന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവെച്ചത്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു, എനിക്കും ഭയങ്കര രസമായിരുന്നു. ഞാനൊരു പ്രാവശ്യം പോയി മുങ്ങോലം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പേടിക്കാനൊന്നുമില്ല, നമ്മൾ സുരക്ഷിതമായ ഒരു സ്ഥലമാണ്. അപ്പോൾ മോനെ 2-3 ദിവസം കൊണ്ടുപോയ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മുന്നോട്ട് പോ അങ്ങോട്ട് നിൽക്ക്. ഇവിടെ വെള്ളമില്ല, അങ്ങനെ നീന്ത് പോനെ. അങ്ങനെ നീങ്ങി ശീലാകണം. അങ്ങനെ നീന്ത്. ആദ്യം മണ്ണിടിച്ച് നീന്ത്. കണ്ടാ ഓൻ കണ്ട അങ്ങനെ കൈയിലിട്ട് അടിക്ക്. അങ്ങനെ ആദ്യം കാലും കൈയിട്ട് അടിച്ചു നോക്ക്. അങ്ങനെ ആക്ക. ആദ്യം പോവൂല. കണ്ട അയ്യോ ആർക്കെ മോനെ കല്ലുണ്ടേടാ, കല്ല്. അങ്ങനെ നീന്തണ്ട, അങ്ങനെ പഠിക്കും മോനെ. കൈയിട്ട് കളിക്ക്. അവരിപ്പം അതിനൊന്നും സാരയില്ല. അതല്ല സ്വാഭാവിക. റസീനെ നീന്തം പഠിക്കുമ്പോൾ മുങ്ങിപ്പോവും. വേണ്ടേ? മതിയായാ? നീന്ത് മോനെ, കയ്യും കാലും നീന്ത് മോനെ. ഷാഹിസ, ഈ പായ്യാനം കളിച്ച ഒന്നും നടക്കൂലേ. മുന്നോട്ട് പോയിക്കോ. അങ്ങനെ കാല് പഠിപ്പിക്ക്, കാലിളക്ക്. ഏത്തം പഠിക്കല്ലടാ. അതാ കണ്ടാ അങ്ങനെ നീന്ത കേട്ടാ. അങ്ങനെ നീന്ത പഠിക്കണ്ട മോനെ. കല്ല് ശ്രദ്ധിക്കേ, പേടിയാന്ന്. അങ്ങനെ കളിക്കുന്ന സീൻ ഇപ്പം തന്നെ എനിക്ക് പഠിക്കാം. അവര് ഇപ്പം പഠിച്ചതോല്ലേ കണ്ടാ. അങ്ങനെ നീന്ത് റസീനെ. കൈ ഇങ്ങനെ റെസ്റ്റ്. പഠിക്കണമെങ്കിൽ കഷ്ടപ്പെടുന്നത് ഇങ്ങനെ. അങ്ങനെ മുന്നോട്ട് തോയി. മണ്ണിലാദ്യം കൈ കുത്തും. പേടിച്ച് കളിച്ചൊന്നും നടക്കുക. മണ്ണിൽ കൈ ഇങ്ങനെ ശക്തിയിൽ ഇങ്ങനെ തുഴയും. അന്നേരം കാലും അതാ മോനെ. കല്ലുണ്ടാടാ. പേടിയാന്ന് എനിക്ക്. കണ്ണെരിയും. നല്ലതാ, ഉപ്പുള്ളല്ലേ. പിന്നെ എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്നതാ. ഇനി എനിക്കൊക്കെ സ്ഥലം കിട്ടുക. ഒന്ന് കണ്ട അതിൻ്റെ ഇടയിൽ വന്നിട്ടാ കണ്ട നീന്തുന്നു നോക്കോളെ. ഒന്നും പഠിച്ച് എടാ ഒരു കാലം നേടിയെടുക്കുക. എൻ്റെ പിന്നോട്ട് അങ്ങോട്ട് വെള്ളത്തിൻ്റെ നിന്നാലും നീന്താൻ പറ്റും മോനെ. ഓല് കൈയിട്ടടിക്കുന്ന പോലെ അടിച്ച മതി. പഠിക്കുമോ ഇങ്ങനെ തുഴയുന്ന വിടുന്നല്ല. അങ്ങോട്ട് വെള്ളത്തിന്റെ കാലുട്ടടിക്കുക. കാലും എടാ ഇങ്ങനെ തുഴയടാ. ഇങ്ങനെ കണ്ണല്ലേരി. എടാ മോനെ തുഴ ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ. ഇവിടെ വെള്ളം ഇതാ. നിനക്ക് നീന്തറിയാവോ അനാ? നീന്തറിയാ? അങ്ങനെ ഏന്തി അത് കാലിട്ട് അടിക്ക്. കാലും പടക്ക്. അങ്ങനെ ആക്കൂട്. അങ്ങനെ പോട്ടെ. അങ്ങനെ ആദ്യം കാലിട്ടടിച്ച് പോയിക്കോട്ടെ. കഴുത്ത് പൊക്കിയ മതി അന്നേരം. അങ്ങനെ പോയിക്കോ. കാലിട്ടടിച്ച് പോയിക്കോ. കൈ ഇങ്ങനെ നേർത്തടാ. ഓന് പൊക്കിക്കോ. പൊങ്ങടാ.
അങ്ങനെ തന്നെ പോയിക്കോ അങ്ങനെ തന്നെ കൈയിട്ട് അടിച്ചോന്ന്. ആ പോയി അങ്ങനെ പോട്. ആ അങ്ങനെ തന്നെയാ പോവാൻ ആദ്യം. ആ അങ്ങനെ പോയിക്കോ. കളിക്ക അങ്ങനെ. ഓ അന്ന് നോക്കണ്ടടാ. ഏതി പഠിക്കാനാ വെള്ളത്തിന് വന്നിക്ക. ഏതി പഠിക്കാൻ വെള്ളത്തിന്. അങ്ങനെ അടിച്ചടിച്ച് കളിച്ചോ. ആ അങ്ങനെയാണ് നീന്തണ്ടേ. ഇനി അങ്ങനെ വാ. നീന്ത് മോനെ. അങ്ങനെയാണ് പഠിക്കണ്ടേ. ആ അങ്ങനെ നീന്തി കയ്യും കാലോട്ട് അടിക്കാൻ ആദ്യം പഠിക്കും. അയ്യോ എല്ലാം വന്ന് അടിഞ്ഞ് വന്ന്. ഇങ്ങനെ ഒരു മഴപ്പാറലുണ്ടായി. പിന്നെ അവരെ സമയമായി, വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങാൻ, ഇരുട്ടാവാൻ പോവാണ്. പക്ഷേ എല്ലാവരും പോയിട്ടു. ഇവന് അവിടെ നിന്ന് വരുന്നേ ഇല്ല. പക്ഷേ ഇവിടെ നല്ലൊരു പ്ലേസാണ്. നമുക്ക് ഇങ്ങനെ കടലിൻ്റെ ഇടുക്ക് പോലത്തെ ഒരു സ്ഥലത്തേക്ക് വെള്ളം വന്നിട്ട് കുട്ടിക്ക് സുരക്ഷിതമാണെന്ന് തോന്നുന്നു കണ്ടപ്പോൾ. അപ്പോൾ എവിടെയായാലും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. നല്ലൊരു സ്ഥലമാണ്. നമ്മൾ അബദ്ധവശാൽ അവിടെ എത്തിച്ചേർന്നു. പക്ഷേ അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. മറ്റേ ബീച്ചിൽ പോയി കളിക്കുന്നതിലും ഒരു സേഫ്റ്റിയും ഒരു സമാധാനവും തോന്നി ഇവിടെ കളിക്കുമ്പോൾ. അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞ വർഷം പോയ വീഡിയോ ആണ്, ഈ വർഷം പോയിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. പക്ഷെ നല്ല കളിക്കാൻ പറ്റിയ നല്ല പോയിന്റാണത്. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, അല്ലെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മക്കളിങ്ങനെ വെള്ളത്തിൽ കളിപ്പിക്കാം. കാശ് മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്നേരം കാശില്ലായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. വീണ്ടും ഞാൻ എടുത്ത് പറയാണ്. ബാക്കിയും കൂടി ഞാൻ കേട്ടോ. വണ്ടിയും കൊണ്ട് വാപ്പ ഇവിടെ വരുവേ. വാ മോനെ. ബാപ്പാത്തി ചെരുപ്പിടേ. ആ അത് ബാപ്പാൻ്റെ അടുത്താള് അവിടെ ഉണ്ടാ. എന്നാ ചെരുപ്പ് കടിയിട്ട് വാ. വെള്ളം നിന്നെ ഒറ്റക്കാക്കിയിട്ട് എനിക്ക് പോയിക്കൂടെ. ഒന്നിങ്ങോട്ട് വാ. ഒരുപാട് ഒച്ചയെടുത്തതിന് ശേഷം അവൻ വന്ന് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. എന്ത് ഗ്യാരണ്ടിയിലാണ്, നാളെ രാവിലെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ്. അങ്ങനെ നാളെ ആയപ്പോൾ വീണ്ടും തുടങ്ങി. അങ്ങനെ തിരിച്ചു വരാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ഭക്ഷണം പോലും ഉണ്ടാക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എന്നിട്ട് പിന്നെയും നമ്മൾ ആ ബീച്ചിലേക്ക് തന്നെ പോയി. അപ്പോൾ നല്ലൊരു ഫീലായിരുന്നു അവിടെ നിന്ന്. നല്ല രസമുണ്ടായിരുന്നു കളിക്കാൻ. ചെറിയൊരു ഭയമുണ്ട്, പരിചയമില്ലായിട്ടായിരിക്കാം. പക്ഷേ നല്ല സുഖമായിരുന്നു കേട്ടോ ആ ബീച്ചിൽ നിന്ന് ഇങ്ങനെ കളിക്കാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കഴിച്ചതിന് ശേഷം വീണ്ടും വണ്ടി കയറി നമ്മൾ ആ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോയി. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ ബീച്ചിലെത്തി. നോക്കുമ്പോൾ രാവിലെ ആയിരുന്നു, 7 മണി ആയിട്ടുണ്ടാവും സമയം. അങ്ങനെ
നമ്മൾ ബീച്ചിലേക്ക് എത്തി. പിന്നെയും പഴയതുപോലെ ഓൻ കളി തുടങ്ങി. അപ്പം അന്ന് കണ്ടൊക്കെ മഹേന്ദ്ര താറ് വരുന്നുണ്ട്. അവൻ പോയിക്കോട്ടെ. നമ്മുടെ കാട്ടിലത്തെ വണ്ടി ഓട്ടോറിക്ഷ പോട്ടെ. അവൻ്റെ കയ്യിലുള്ള ബാഗിലുള്ളത് എന്താണെന്നറിയാം? മീനെ പിടിക്കാനുള്ള ഒരു അരിപ്പ് എടുത്തതാണ്. അതാണ് ബാഗിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇനി അവൻ എന്താ ചെയ്യുന്നത്. Come on, let's go. Let's go back. Don't. ഞാനില്ല, എനിക്ക് സുഖമില്ല. കഴിച്ചിട്ട് ഡ്രസ്സ് വേറെ എടുത്തേക്കാ. ഇത് വിട്ടിട്ടാ ചെയ്യുന്നേ? കുപ്പായം കഴിക്ക്. കുപ്പായം ഇടാണ്ട നടക്കണ്ടേ. കുപ്പായം ഊരടാ. കോരിയാ പോടാ. നീ തന്നെ എടുക്ക്. ഒന്ന് എടുത്തു തരുവാ. ആ കോരിയുണ്ട് പഴയതൊക്കെ ഒന്ന് എടുത്തുക. കണ്ടോ ഇതുണ്ടോ? കണ്ടോ അത് മീനല്ല, വാൽമാക്രി ആയിരിക്കും. അത് ഇതാണ് ഇളക്കിയാ കിട്ടുവാടാ. മീനൊന്നല്ല അത്, കരയിൽ വരുന്ന സാധനം. അതൊന്നും മീനല്ല, അത് മീനാണ്. പാത്രം കിട്ടി. ഒരു കുപ്പിയല്ല ഞാൻ എടുക്കണ്ട പൊട്ട. അങ്ങോട്ടൊന്നും പറഞ്ഞ എടാ ബേജാറെന്തിനാ, സമാധാനത്തിൽ അങ്ങോട്ടിട്ടോ. മണ്ണെന്തിനാ പോരുന്നു? പാത്രം കഴുകിയ
ആണ് ഇത്. അത് കഴിഞ്ഞ് സമാധാനിക്ക് ഇങ്ങോട്ട് വാ. ഇവിടെ ഉമ്മ എടുത്തരാം. അങ്ങ് നെട്ടൂര്. ആ ആ നല്ലോണം ഇവിടെ ഉണ്ടായിരുന്നതാ മോനെ. ഈ തോണി ഇതിലെയാണോ കൊണ്ടുപോകാന്? ഈ തോണി ഇതിലെയാണോ കൊണ്ടുപോകാൻ? അവിടെ വഴി കല്ലില്ലേ ചോനെ. പിന്നെ വലിയ സൂര്യൻ്റെ ഉദിപ്പ് തട്ടിയിട്ട് പൊള്ളാൻ തുടങ്ങി. അപ്പം ഒരു പണി കഴിച്ചിട്ടാണ് നമ്മൾ ഓനെ കൂട്ടിക്കൊണ്ടുവന്നത്. ഓൻ വരുന്നേ ഇല്ല എനിക്ക് ഇനിയും കളിക്കണം വെള്ളത്തിൽ നിന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് പിന്നെ വെയിലിന് വലിയ പ്രശ്നമല്ല, നമുക്കത് മനസ്സിലാവില്ല. നല്ല ചൂട് വരുന്നുണ്ടായിരുന്നു. നല്ലത് രാവിലെ പോയപ്പോൾ നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. പിന്നെ സൂര്യ മേലെ നിന്ന് നല്ല ചൂട് വരുന്നതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരുപാട് നേരം നമ്മളും പുറത്ത് പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതും ഈ മണൽ പൊള്ളുമല്ലോ. അപ്പോൾ ഈ ചൂട് വരുന്നതെന്നാൽ നമുക്ക് അത്യാവശ്യമായി തിരിച്ചു വരേണ്ടത് നമ്മളെ ഒരു പണി കഴിച്ച് വൈകുന്നേരം 4 മണിക്ക് വീണ്ടും ഇന്നെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷെ നല്ല കലിപ്പിലായിരുന്നു. എന്നാലും സാരമില്ല, ആ ചൂട് കൊള്ളിക്കണ്ടല്ലോ. അപ്പോൾ നല്ലൊരു സ്ഥലമാണിത്. നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ബീച്ചിലേക്ക് കൊണ്ടുപോകുന്ന വഴി അബദ്ധവശാൽ അവിടെ എത്തിപ്പെട്ടതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നല്ല സുരക്ഷിതത്വം തോന്നി, അതുപോലെ നല്ലൊരു സമാധാനമുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ അവിടെ 2-3 വീടുണ്ട് എന്നല്ലാണ്ട് അങ്ങനെ ആൾക്കാരൊന്നും വരും. ഒരു ഭാഗം മൊത്തം കടലാണ്. പിന്നെ ചെറിയൊരു ഇടുക്കാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങേണ്ട സ്ഥലം. അപ്പോൾ അത് രക്ഷിതാക്കൾ പേരൻസ് പിന്നെ അമ്മയും അച്ഛനും കൂടെ വരുന്നുണ്ട്, എല്ലാവരുടെ കൂടെയും. അപ്പോൾ ചില ആൾക്കാർ കുട്ടികൾ പറഞ്ഞു നമ്മൾ ഇവിടെ നിന്നാണ് അച്ഛൻ നീന്തം പഠിപ്പിച്ചതെന്ന്. അപ്പോൾ അവിടെ നിന്ന് നീന്തം പഠിക്കാമെന്ന് തോന്നുന്നു. അതിൻ്റെ ഇതിലാണ് ബേസിലാണ് എൻ്റെ മോനോട് കൈയും കാലിട്ട് അടിക്കാൻ ഞാൻ പറഞ്ഞത്. എന്തറിഞ്ഞിട്ടാണെന്നറിയില്ല, നീന്തത്തിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത പോലത്തെ വർത്താനം എൻ്റെ മോനോട് ഞാൻ പറഞ്ഞത്. എങ്കിലും നമ്മൾ പ്രചോദനം കൊടുക്കണമല്ലോ മക്കൾക്ക്, അതിൻ്റെ ഒരു ധൈര്യത്തിൽ പറഞ്ഞതാണ്. അപ്പം നല്ലൊരു പ്ലേസാണ്. നിങ്ങൾക്ക് സുരക്ഷിതത്താണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോവാം. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല, നല്ലൊരു സമാധാനവും സന്തോഷമുണ്ട് അവിടെ പോയിട്ട്. അപ്പോൾ ഇഷ്ടമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.